Mirina Joby. Again, welcome back to Sour and Spicy. Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബാലൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി നിങ്ങൾക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ നമ്മൾ ചിക്കനും മട്ടനൊക്കെ ഒന്ന് മാറ്റി പിടിക്കണ്ടേ. അപ്പോൾ ഈ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. ഞാനിവിടെ ചേർത്തത് കൂടാതെ നിങ്ങൾക്ക് പനീർ എടുക്കാം, മഷ്റൂം എടുക്കാം, പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നല്ലത്. കാരണം ബീറ്റ്റൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്ക് ഒരു പിങ്കിഷ് കളർ വരും. അപ്പോൾ അത് അത്ര നന്നാവില്ലല്ലോ. അപ്പോൾ ബീറ്റ്റൂട്ട് ഒഴിവാക്കിയിട്ട് ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. പിന്നെന്താ, ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ ചിക്കനൊക്കെ മട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം, ഇഷ്ടമില്ലാത്തൊക്കെ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതെല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി അവസാനം വലിയൊരു ക്വാണ്ടിറ്റിയായി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മതി. പിന്നെ അല്ലെങ്കിൽ റൈസിനേക്കാൾ കൂടുതൽ വെജിറ്റബിൾസ് ആയിപ്പോവും. അപ്പോൾ നമുക്ക് കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കോളിഫ്ലവർ ഉണ്ട്, ഒരു ചെറിയ പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും ഒരു ഫ്ലോററ്റ്സ് ഉണ്ടാവും, ഒരു 1/2 കപ്പോളം ഫ്ലോററ്റ്സ് ഉണ്ടാവും. പിന്നെ ഒരു 6 ബീൻസ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി ഞാനൊരു ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തോട് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സോയാബീൻ, ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ടാവും. അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി പിഴിഞ്ഞാഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ ഒരു 1.5 കപ്പ് റൈസ്, ബിരിയാണി അരി വെള്ളത്തിലിട്ട് കുതിർത്തി ഒരു 20 മിനിറ്റിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നമ്മൾ വേവിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതാണ് കുറച്ചും കൂടി ഈസി. അതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന റൈസാണിത്. പിന്നെ ഒരു മീഡിയം സൈസ് സവോള നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തത് വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ബിരിയാണി സ്പൈസസ് ആണ്. ഇവിടെ ഞാനൊരു 3 കഷ്ണം കറുവാപ്പട്ട എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6 ഗ്രാമ്പു, പിന്നെ ഒരു 4 ഏലക്കായ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 4 പച്ചമുളക് നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം നമുക്ക്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി വേണം. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. പിന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. നെയ്യൊക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. പിന്നെ ഇത് ഫുള്ള് ഗാർണിഷിങ്ങിലുള്ള സംഭവങ്ങളാണ്. ഞാനിവിടെ 2 വലിയ സവോള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്, കുറച്ച് കിസ്മിസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പം നമുക്ക് ഇത്രയും വെച്ചിട്ട് എങ്ങനെയാണ് ബിരിയാണി റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് ഉരുക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ബിരിയാണി സ്പൈസസ് ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, കുരുമുളക്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫ് ഇടാം കേട്ടോ. എൻ്റെ എനിക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇടാം. എന്നിട്ട് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളിത് ഡ്രെയിൻ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് വെള്ളം ഒരല്പം കൂടുതലായാലൊന്നും കുഴപ്പമില്ല. നമ്മുടെ റൈസ് നന്നായിട്ട് മുങ്ങിക്കിടന്നതിനകത്ത് വേവണം. നിങ്ങൾ റൈസിൻ്റെ മുകളിൽ നന്നായിട്ട് വെള്ളം വരുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊരല്പം മുമ്പിട്ട് നിൽക്കുക. കാരണം നമ്മുടെ റൈസിന് ഉപ്പ് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ടാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. അത്യാവശ്യം നല്ല വെള്ളം വേണം. അതനുസരിച്ച് നിങ്ങൾ വെള്ളം എടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 95% അരി കുക്കാവുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അരി വേവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസ് ഒരു 95% കുക്കായി വന്നിട്ടുണ്ട്. ഇനി അധികം വേവിച്ച് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോവും. അതുകൊണ്ട് നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് ഊറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലോട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് വെജിറ്റബിളിന് മസാല റെഡിയാക്കി എടുക്കാം. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിനകത്തോടെ ഒരല്പം ഫുഡ് കളർ നമുക്ക് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൈസിന് ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ ഉണ്ടാവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇനി നമുക്ക് വെജിറ്റബിൾ മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതോടെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഞാനിപ്പോൾ രണ്ടും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് സവോള ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള നന്നായിട്ട് വഴഞ്ഞ് വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്തുടഞ്ഞ് വരുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. സവാളയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചില്ലി പൗഡർ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൈരിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കേണ്ടത് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബീൻസ്, കോളിഫ്ലവർ, ക്യാപ്സിക്കം, ക്യാരറ്റ്, ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് സോയാബീൻ മാത്രമാണ്. സോയാബീൻ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മസാലയും വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവോളയും കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വെജിറ്റബിൾസ് വേവുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി വേവിച്ചെടുക്കാം. ഞാനിതൊരു മൂടി വെച്ച് മൂടി വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് വേവുന്ന വരെ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് മൂടി തുറന്ന് അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ മസാല ബിരിയാണിക്ക് വേണ്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളം കൂടാത്ത ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് വേവിച്ചപ്പോഴാണ് നന്നായിട്ട് വെന്ത് വന്നേ. നിങ്ങൾ ഇടയ്ക്കൊന്ന് മൂടി മാറ്റിയിട്ട് വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. വെള്ളം വറ്റി പോയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വെജിറ്റബിൾസ് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വരണം. പക്ഷെ ഒന്നും ഉടഞ്ഞു പോകരുത് കേട്ടോ.
അപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസും ഈ മസാലയും കൂടെ ഒന്നിച്ചാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ ഇതിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിനി ഒരു പാൻ എടുക്കാം. അപ്പോൾ ബിരിയാണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ തീ കത്തിച്ച് കൊടുക്കണ്ട. ഇപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ വെജിറ്റബിളിൻ്റെ ലെയറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾ മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഇതിന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് മുകളിൽ ഇങ്ങനെ ഇട്ടുക. നിങ്ങളെടുത്ത റൈസ് 2 പോർഷനായിട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കുക. ഇത് ഞാനിങ്ങനെ നിരത്തി കൊടുക്കുകയാണ്. ഇനി ഇതിന് മേലോട്ട് ഞാൻ കുറച്ച് മല്ലിയില വിതറി കൊടുക്കുകയാണ്. കുറച്ച് സവോള വറുത്തതും ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് കാഷ്നട്ട് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മുന്തിരി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ചെറിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ചെറിയ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ബാലൻസ് കൂടെ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാം. അപ്പം നമ്മുടെ അടുത്ത ലെയറിനുള്ള മസാല ഞാൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ചെയ്ത് വെച്ച മസാല കംപ്ലീറ്റ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് നിരത്തി കൊടുക്കുക. ഇനി നമുക്ക് ബാലൻസ് ഉള്ള മുഴുവൻ റൈസും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചും കൂടി മല്ലിയില ചേർത്ത് കൊടുക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് കാഷ്നട്ട്, കുറച്ച് മുന്തിരി, പിന്നെ കുറച്ച് ചെറി. അവസാനമായിട്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ചും കൂടെ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ ലെയറിൽ ചെയ്തില്ല, അതും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തു, നല്ല ഭംഗിയായി കാണാൻ വേണ്ടിയിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊരു അടപ്പ് വെച്ചിട്ട് മൂടി വെക്കാൻ പോവുകയാണ്. മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിടണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റ് ചെയ്ത് വെച്ചത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഓൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മുകളിൽ വെച്ച് നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി അതിനകത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.